ഇന്നത്തെ നമ്മുടെ വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നതെന്ന് അറിയാതെ പറഞ്ഞു. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി. ശബ്ദമുണ്ടായ നേരത്ത് യേശുവിനെ തനിയെ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് തൻ്റെ ശിഷ്യന്മാർ യേശു ആരാണെന്നും അവൻ്റെ ദിവ്യത്വവും അവൻ്റെ നിസ്തുല്യതയും അവൻ ക്രിസ്തുവാണെന്നുള്ള യാഥാർത്ഥ്യവും തിരിച്ചറിഞ്ഞത് 4 ഉപാധികളിൽ കൂടിയാണ്. ഒന്ന്, യേശുവിൻ്റെ തന്നെയും സാക്ഷ്യത്തിൽ നിന്നും വാക്കുകളിൽ നിന്നും. 2, യേശു കർത്താവിനെ അവർ ശ്രദ്ധിച്ചത് വഴിയും അവൻ്റെ പ്രവൃത്തികൾ കണ്ടത് നിമിത്തവും. 3, തിരുവെഴുത്തുകളെ പരിശോധിക്കുകയും യേശുവിൻ്റെ ജീവിതവുമായിട്ട് അതിനെ തുലനം ചെയ്യുകയും ചെയ്യുക വഴി. ഒടുവിലായി 4, ദൈവം നേരിട്ട് തൻ്റെ പുത്രനെക്കുറിച്ച് അവർക്ക് നൽകിയ സാക്ഷ്യത്തിൽ കൂടി. നാം ഇപ്പോൾ തിരുവെഴുത്തിൽ വായിച്ച പശ്ചാത്തലം ഇതുപോലൊരു സന്ദർഭമാണ്. ഗാഡ് ഇൻ്റർവീനിങ്, വിറ്റ്നസിങ് ടു ഹിസ് സൺ. തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സാക്ഷ്യമായി ദൈവം ഇടപെടുന്ന ഒരു പ്രത്യേക സന്ദർഭമാണ് നാം കാണുന്നത്. പത്രോസും യോഹന്നാനും യാക്കോബും യേശുവിനോടുകൂടി മറുമലയിൽ കടന്നു ചെന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയം കർത്താവ് തേജസ് ധരിക്കപ്പെടും. മോശയും ഏലിയാവും യേശുവിനോട് പ്രത്യക്ഷപ്പെടുന്നു. യേശു ക്രിസ്തുവിന് യെരൂശലേമിൽ സംഭവിപ്പാനായിട്ട് നിര്യാണത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ പശ്ചാത്തലം നാം മനസ്സിൽ കാണുക. ഇവിടെ അത്യന്തം ശ്രദ്ധാപൂർവം ചില കാര്യങ്ങൾ, ക്രിസ്തീയ സത്യത്തിൻ്റെ മൗലികമായിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇതാ മറുമലയിൽ മോശയും ഏലിയാവും. മോശ ന്യായപ്രമാണത്തിൻ്റെ പ്രതിനിധി, ഏലിയാവ് പ്രവാചകന്മാരുടെ പ്രതിനിധി. നമുക്കിങ്ങനെ പറയാം, ന്യായപ്രമാണവും പ്രവാചകന്മാരും പഴയ നിയമത്തിൻ്റെ മുഴുവൻ മോശയിലും ഏലിയാവിലും സംക്ഷേപിച്ച് ഇവിടെ ഇതാ യേശുവിൻ്റെ 2 പക്ഷത്തായിട്ട് ഇരുവശങ്ങളായിട്ട് അവർ നിൽക്കുന്നു. മോശ എത്ര അത്ഭുതത്തോടു കൂടിയാണ് യേശു ക്രിസ്തുവിനെ കാണുന്നത്. ആദ്യം മുൾപ്പടപ്പിൽ ദൈവത്തിൻ്റെ തേജസ്സവൻ കണ്ടപ്പോൾ അന്ന് കണ്ട ആ മഹത്വത്തിലും എത്ര അധികം മഹത്വത്തോടുകൂടിയാണ് ഇപ്പോൾ തൻ്റെ മുമ്പിൽ യേശുവിനെ കാണും. താൻ പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ തേജസ് കാണുവാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ പാറയുടെ പിളർപ്പിൽ നിന്ന് ദൈവത്തിൻ്റെ പിൻഭാഗം മാത്രം, അതിൻ്റെ മഹത്വം മാത്രം കണ്ട ആ മോശ ഇപ്പോൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവപുത്രൻ്റെ യേശുവിൻ്റെ മഹത്വം ദർശിച്ച് അത്ഭുതപ്പെടുകയാണ്. അതെ, ന്യായപ്രമാണത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നവൻ. പഴയ നിയമത്തിലെ മഹാരഥന്മാർ, ഇസ്ഹാക്ക്, യോസെഫ്, അതിനുമുമ്പ് ആബേൽ, ഈ ദൈവഭക്തന്മാർ ഓരോ നിലയിൽ പ്രതിബിംബിച്ച വരുവാനുള്ള മെശിഹ അതിൻ്റെ പൂർണ്ണരൂപത്തിൽ ഇതാ തൻ്റെ മുമ്പിൽ നിൽക്കുന്നു. തൻ്റെ പിതാക്കന്മാർ, മോശ, താൻ പുറപ്പെടുവിച്ച ജനം, അവർ മരുഭൂമിയിൽ ഭക്ഷിച്ച മന്ന, അവർ കുടിച്ച വെള്ളം, ആ അടിക്കപ്പെട്ട പാറ, താൻ മഹത്വം കണ്ട ആ പാറയുടെ പിളർപ്പ്, ഇതിനെല്ലാം പ്രതീകമായിരിക്കുന്ന സാക്ഷാൽ മൂർത്തിഭാവമായിരിക്കുന്ന തൻ്റെ മുമ്പിൽ നിൽക്കുന്നു. പഴയ നിയമ ന്യായപ്രമാണത്തിലെ സകല പെരുന്നാളുകളുടെയും ആകത്തുകയായവൻ, സകല യാഗങ്ങളും മുൻകൂട്ടി വിവരിച്ചിരുന്നവൻ, സകല യാഗങ്ങളുടെയും മുൻകൂട്ടി ആരെക്കുറിച്ച് യാഗങ്ങൾ പ്രസ്താവിച്ചിരുന്നു, ഇതാ അവൻ മുമ്പിൽ നിൽക്കുന്നു. സമാഗമന കൂടാരത്തിന് മുഴുവൻ അന്തസ്സത്തെയും, സമാഗമന കൂടാരത്തിലെ ഓരോ വസ്തുക്കളും ഇവനെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അതേ, ന്യായപ്രമാണത്തിൻ്റെ മുഴുവൻ നീതിയും നിറഞ്ഞവൻ, ന്യായപ്രമാണത്തെ മുഴുവൻ പ്രതിദാനം ചെയ്യുന്നവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ആ മഹത്വത്തായരുടെ മുമ്പിൽ
ആശ്ചര്യത്തോടെ മോശ നിൽക്കുന്നു. മറുഭാഗത്ത് ഏലിയാവോ സകല പ്രവാചകന്മാരും, ഒടുവിൽ യോഹന്നാൻ വരെയും പ്രവചിച്ചവൻ, അത് ഇവനെക്കുറിച്ചല്ലയോ? ദാവീദ് രാജാവ് തൻ്റെ സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ നിന്റെ ദാസനെ ദ്രവത്വം കാണുവാൻ നീ സമ്മതിക്കത്തില്ല, അതിവനെക്കുറിച്ചല്ലയോ? യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു വരിക്കുന്നു, അതിവനായിരിക്കുന്നില്ലയോ? ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ 63-ാം ആഴ്ചവട്ടത്തിൻ്റെ ഒടുവിൽ അഭിഷിക്തൻ ഛേദിക്കപ്പെടുമെന്ന് പറഞ്ഞത് ഇവനെക്കുറിച്ചല്ലയോ? ഹിയർ ഈസ് ദാറ്റ് വൺ ദ ഹോൾ പ്രോഫറ്റ്സ് പ്രൊഫസൈഡ്. സകല പ്രവാചകന്മാരും പ്രവചിച്ചവൻ ഇതാ തൻ്റെ മുമ്പിൽ നിൽക്കുന്നു. എത്ര അത്ഭുതമായിരിക്കുന്ന കാഴ്ച! ഇത് കണ്ട് പത്രോസ് ആകപ്പാടെ അമ്പരന്ന് പോയി. ഒരു ഭാഗത്ത് മോശ ഏലിയാവും തങ്ങളുടെ ഗുരുവായിരിക്കുന്ന യേശു ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച. പെട്ടെന്ന് അവൻ ചാടിക്കറി പറയുകയാണ്, ഗുരു, നാം അവിടെ ആയിരിക്കും നല്ലത്. ഞാൻ 3 കുടിലുകൾ ഉണ്ടാക്കാം. ഒന്ന് മോശയ്ക്കും, മറ്റൊന്ന് ഏലിയാവിനും, മറ്റൊന്ന് നിനക്കും. ഇത് പറയുന്ന സമയത്താണ് പിതാവ് പെട്ടെന്ന് കയറി അവനെ ഇൻ്ററപ്റ്റ് ചെയ്യുന്നു, തടസ്സപ്പെടുത്തുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. ലിസൺ ടു മൈ സൺ, എൻ്റെ പുത്രനെ ശ്രദ്ധിക്കുക. തൻ്റെ ഉള്ളിൽ വന്ന വലിയ ആശയം, ഇപ്പോഴും തൻ്റെ ഉള്ളിൽ കിടക്കുന്ന അവ്യക്തത, തൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ, തൻ്റെ ഭക്തിയുടെ പശ്ചാത്തലത്തിൽ മോസസ് ആൻഡ് എലൈജ ഈസ് ഇനവിറ്റബിൾ. ന്യായപ്രമാണവും പ്രവാചകന്മാരുടെയും കൂടാതെ ഭക്തിയെ താൻ അറിഞ്ഞിട്ടില്ല. എന്നാൽ പത്രോസിനെ പഠിപ്പിക്കുവാനായിട്ട് ദൈവം ശ്രമിക്കുകയാണ്. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഒരു സമയം വരെ മാത്രം, തൻ്റെ പുത്രൻ്റെ പ്രത്യക്ഷത വരെ മാത്രം. നൗ ഓൺ ലിസൺ ടു ഹിം, ഇനിമേലിൽ അവനെ ശ്രദ്ധിക്കുക. ദൈവം തൻ്റെ ഭാഗമായിട്ടും അംശമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം ഇൻ ഹിസ് സൺ, തൻ്റെ പുത്രനിൽ നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ക്രൈസ്റ്റ് ഈസ് എ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ ലോ ആൻഡ് ദ പ്രോഫിറ്റ്സ്. ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും നിവൃത്തി യേശു ക്രിസ്തുവിലാണ്. നൗ ഓൺ ദ ഹോൾ തിങ് ഈസ് ഇൻ ക്രൈസ്റ്റ്. മുഴുവൻ യേശു ക്രിസ്തുവിലാണ്. അവന് ശ്രദ്ധിക്കുക. പത്രോസിൻ്റെ ഹൃദയത്തിലെ ആ ചിന്തയാണ് അവൻ പറഞ്ഞത്. മോശ അധികം ഏലിയാവ് അധികം ക്രിസ്തു. ഇത് പത്രോസിൻ്റെ മാത്രം ആശയക്കുഴപ്പമല്ല, ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും ആശയക്കുഴപ്പമാണ്. നമ്മുടെ ഭക്തിക്ക് വളരെ ആശയക്കുഴപ്പം, അവ്യക്തതയുണ്ട്. ന്യായപ്രമാണവും പ്രവാചകന്മാരും പഴയ നിയമത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നതും പുതിയ നിയമത്തിൻ്റെ ഒരു മോശയിൽ, ഒരു ഫ്രെയിമിൽ നാം ഉളവാക്കിയെടുത്തിരിക്കുന്ന ഒരു സങ്കര ഭക്തിയാണ് നാം കൊണ്ട് നടക്കുന്നത്. നാം മനസ്സിലാകുന്നില്ല നമ്മുടെ ഭക്തി ആർജിക്കേണ്ടത് ഇന്ന് യേശുക്രിസ്തുവിൽ നിന്നാണ്. ഇപ്പോഴും നാം പഴയ നിയമത്തിലെ ഭക്തന്മാരാണ് നമ്മുടെ ഏറ്റവും വലിയ മാതൃകകൾ. അവയെ ആക്കണ്ടേന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ പഴയ നിയമ ഭക്തന്മാർക്ക് കഴിയാത്തൊരു തലം യേശുക്രിസ്തുവിൽ പുതിയ നിയമ ഭക്തന്മാർക്ക് നൽകിയിട്ടുണ്ട്. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും കൂട്ടിക്കലർത്തിയല്ല നാം ജീവിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന ദിവ്യതലം, ആത്മീക തലം, ജീവൻ്റെ തലം, കൃപയുടെ തലം, യേശുക്രിസ്തു ലഭ്യമായിരിക്കുന്ന മഹനീയ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. നാം പലപ്പോഴും ഇപ്പോഴും കുഴയുകയാണ്. വിശ്വാസവും പ്രവൃത്തിയും, ന്യായപ്രമാണവും കൃപയും, അക്ഷരവും ആത്മാവും, ന്യായപ്രമാണത്തിൽ അടിസ്ഥാനമായിരിക്കുന്ന ലീഗലിസം, നിയമപ്രമാണിത്വവും, പുതിയ നിയമവിശുദ്ധിയും, ആ പഴയ നിയമത്തിലെ ദാസൻ്റെ മനോഭാവം, പുതിയ നിയമത്തിലെ പുത്രൻ്റെ മനോഭാവം, ഈ കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഇവിടെയാണ് ഈ വചനം ശ്രദ്ധേയമായിരിക്കുന്നത്. ലിസൺ ടു ഹിം, ഇവനെ ശ്രദ്ധിക്കുക. അതെ, നമ്മുടെ ഭക്തിയുടെ കേന്ദ്രത്തിൽ യേശുക്രിസ്തുവിലെ ഉൾക്കാഴ്ചയിൽ നാം വളരേണ്ടതായിട്ടുണ്ട്. അതാണ് നാം അവിടെ കാണുന്നത്. നാം ശിഷ്യന്മാരെക്കുറിച്ച് കാണുന്നു. പത്രോസ് കണ്ണുയർത്തി നോക്കിയപ്പോൾ യേശുവിനെ മാത്രം കണ്ടു. They saw Jesus only. യേശുവിനെ മാത്രം കണ്ട്. പലപ്പോഴും നമുക്ക് ആവശ്യമാണ് to turn our eyes away from. ഭക്തിക്ക് നാം സങ്കല്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, നാം കടന്നു വന്ന ഭക്തിയുടെ പശ്ചാത്തലങ്ങൾ, യേശുവിനെ മാത്രം നോക്കേണ്ട ആവശ്യം. നമുക്ക് നമ്മുടെ മോശയുടെ പഴയ നിയമത്തിൽ നിന്നല്ലെങ്കിലും
നമ്മുടെ ഉപദേശങ്ങളുണ്ട്, പഠിപ്പിക്കലുകളുണ്ട്, നമ്മുടെ തനതായ ഉപദേശങ്ങളുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന 4 കാര്യങ്ങൾ, ഞാൻ പ്രസംഗിക്കുന്ന 7 കാര്യങ്ങൾ, ഞങ്ങളുടെ സഭയുടെ അടിസ്ഥാന തത്വങ്ങൾ. നമ്മുടെ ഭക്തി യേശുക്രിസ്തുവിനേക്കാളും അധിഷ്ഠിതമായിരിക്കുന്ന നമ്മുടെ 7 points and 10 points, 7 പോയിന്റിലും 10 പോയിന്റുകളിലുമാണ്. വി ഹാവ് അവർ മോസസ്, അത് നമ്മുടെ മോശയാണ്. അല്ലെങ്കിൽ ഇത്ര വലിയ ഭക്തനായിരിക്കുന്ന മനുഷ്യൻ, ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ ഉപദേഷ്ടാവ്, അവർ ലീഡർ, അതേ അദ്ദേഹം ഭക്തനായിരിക്കാം, മഹാനായിരിക്കാം. എന്നാൽ നിങ്ങളുടെ ഭക്തിയുടെ ആധാരം ആ വ്യക്തിയല്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന പഠിപ്പിക്കലുകളും നമ്മെ നടത്തുന്ന നല്ല ശുശ്രൂഷകളും ശുശ്രൂഷകന്മാരും അവയിൽ നിന്നെല്ലാം സഹായം സ്വീകരിക്കുക. എന്നാൽ ആ സഹായം സ്വീകരിച്ചിട്ട് നാം ക്രിസ്തുവിലേക്ക് തന്നെ നടത്തപ്പെടണം. ന്യായപ്രമാണത്തിൻ്റെ ലക്ഷ്യം ക്രിസ്തുവാണ്, പ്രവാചകന്മാരുടെ ലക്ഷ്യം ക്രിസ്തുവാണ്, പഠിപ്പിക്കലുകളുടെ ഉപദേശങ്ങളുടെ ലക്ഷ്യം ക്രിസ്തുവാണ്, എല്ലാ ശുശ്രൂഷകളുടെയും ശുശ്രൂഷകന്മാരുടെ ലക്ഷ്യം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ മറയ്ക്കുന്നത് ഒന്നും അതിൽ തന്നെ ലക്ഷ്യങ്ങളല്ല. ഇവയെല്ലാം നമുക്ക് ക്രിസ്തുവിലേക്കുള്ള ചൂണ്ടുപലകളായി തീരണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ അന്തസത്ത, ഉപദേശരൂപങ്ങളുടെ അന്തസത്ത, സഭാജീവിതത്തിൻ്റെ അന്തസത്ത, സുവിശേഷത്തിൻ്റെ അന്തസത്തം ക്രിസ്തുവാണ്. ക്രൈസ്റ്റ് ഈസ് എ സബ്സ്റ്റൻസ് ഓഫ് ഓൾ ദാറ്റ് വി ആർ ഇൻ. നാം ഉൾപ്പെട്ടിരിക്കുന്ന സകലത്തിൻ്റെയും അന്തസത്ത ക്രിസ്തുവായി തീരണം. ക്രൈസ്റ്റ് ഹിംസെൽഫ് ടു ബി അവർ മെസ്സേജ്. നമ്മുടെ സന്ദേശം തന്നെയും ക്രിസ്തുവായിരിക്കണം. നമ്മുടെ ഭക്തിയുടെ ചക്രവാളത്തിൽ നാം കണ്ണുറന്ന് കാണുമ്പോൾ നമ്മെ പഠിപ്പിച്ച ഉപദേശരൂപങ്ങൾ, നാം കടന്നു വന്നിരിക്കുന്ന അനുഭവങ്ങൾ, നമ്മെ നടത്തുന്ന ശുശ്രൂഷകന്മാർ, നാം ആസ്വദിക്കുന്ന ശുശ്രൂഷകൾ, അവയെല്ലാം നമ്മുടെ പശ്ചാത്തലത്തിൽ നിന്ന ശേഷം അവർ ഹൊറൈസൺ ഷുഡ് ബി ഫിൽഡ് വിത്ത് ക്രൈസ്റ്റ് അലോൺ. ക്രിസ്തുവിനെ മാത്രം നാം കാണുന്നവരായിരിക്കണം. അലീജിയൻസ് ഫോർ ഹിം, നമ്മുടെ വിധേയത്വം അവന്, നമ്മുടെ ഡിവോഷൻ, നമ്മുടെ ഏകാഗ്രത, ഭക്തി അവന്, നമ്മുടെ അനുസരണം അവന്, നമ്മുടെ ആരാധന അവന്. അതെ, നാം കിരീടം താഴിട്ട് ആരാധിക്കേണ്ടവനെയാണ്. അവനിൽ നിന്നാണ് നാം ജീവൻ പ്രാപിക്കുന്നത്. നമ്മുടെ അടിസ്ഥാനവനാണ്. നമ്മുടെ ഭക്തിയുടെ ഊർജ സ്രോതസ് അവനാണ്. ജീസസ് ഓൺലി, യേശുവിനെ മാത്രം കണ്ട്. അതെ, ഇന്ന് നാം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങളിലും മാറി മാറി നിങ്ങൾ പരീക്ഷിക്കുകയും പല ഉപദേശ രൂപങ്ങളുടെ പിന്നാലെ പോവുകയും പല അനുഭവങ്ങളെ മാറി മാറി നോക്കുകയും ഭക്തിയെന്ന് മാറി മാറി പലത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നടുവിൽ turn your eyes on Jesus Christ. യേശു ക്രിസ്തുവിനെ തിരിഞ്ഞ ശേഷം പിതാവിൻ്റെ ശബ്ദം കേൾക്കുക. He is my beloved son, listen to him. ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ, അവനെ ശ്രദ്ധിക്കുക. നമ്മുടെ കണ്ണ് അവനിൽ കേന്ദ്രീകരിക്കപ്പെട്ട ക്രിസ്തുവിൽ അധിഷ്ഠിതമായിരിക്കുന്നൊരു ഭക്തി, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ അധിഷ്ഠിതമായിരിക്കുന്നൊരു ഭക്തിയിൽ നമ്മുടെ ജീവിതത്തെ കണ്ടെത്തിയ ശേഷം കർത്താവിൽ നമ്മുടെ ജീവൻ്റെ സ്രോതസ്സിനെ കണ്ടെത്താം, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരമായിട്ട് അവനെ കണ്ടെത്താം, നമ്മുടെ ജീവനായകനായിട്ട് അവനെ കണ്ടെത്താം, നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനമായിട്ട് അവനെ കണ്ടെത്താം. അവനിൽ നമുക്ക് ജീവൻ പ്രാപിക്കാം, അവനിൽ നമുക്ക് വളരാം, അവനിൽ നമുക്ക് നിറയാം. യേശു ക്രിസ്തുവിനെ മാത്രം അറിയുന്നവരായി നമുക്ക് ജീവിക്കാം. ഈ ലക്ഷ്യത്തിൽ നമ്മുടെ ഹൃദയത്തെ തുറന്ന ദൈവത്തോട് തൻ്റെ പുത്രൻ്റെ വെളിപ്പാടിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കൃപയ്ക്ക് വേണ്ടി അന്വേഷിക്കാം. അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് നമുക്ക് ജീവിക്കാം. എന്നോട് ചേർന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. നാഥ, ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ഞങ്ങളുടെ കണ്ണുകളെ നിറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ ഭക്തിയുടെ ഏകാഗ്രതയിൽ ഞങ്ങളുടെ ജീവിതം പണിയപ്പെട്ട് പിതാവിനെ സത്യമായി അറിയുന്നവരും ആരാധിക്കുന്നവരുമായി ഞങ്ങളുടെ ജീവിതം തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ മഹനീയ നാമത്തിൽ തന്നെ. ആമേൻ.